സ്കൂളിലെ പ്രഭാത ഭക്ഷണം മുടങ്ങിയതോടെ സങ്കടമറിയിച്ച് പഞ്ചായത്ത് അധികൃതർക്ക് കത്തെഴുതി വിദ്യാർത്ഥികൾ. ഇടുക്കി വെള്ളിയാമറ്റം പഞ്ചായത്തിലെ പൂമാല ട്രൈബൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇങ്ങനെ കത്തെഴുതിയത്. പ്രശ്നത്തിൽ ഇടപെട്ട ലീഗൽ സർവീസ് അതോറിറ്റി സർക്കാർ ഇടപെടൽ ഉണ്ടാകും വരെ സുമനസ്സുകളുടെ സഹായത്തോടെ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു. സങ്കടം വരുന്നുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അവരുടെ പ്രഭാത ഭക്ഷണം അങ്ങനെ മുടക്കാൻ പറ്റുമോ? ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് സാഹചര്യമില്ല. മുടങ്ങിപ്പോയ പദ്ധതി എങ്ങനെയെങ്കിലും തുടങ്ങണം. പൂമാല ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾ പഞ്ചായത്ത് പ്രസിഡന്റിന് എഴുതിയത് ഇങ്ങനെ: ഈ വർഷം ഞങ്ങൾക്ക് കിട്ടുന്നില്ല പ്രഭാത ഭക്ഷണം. അപ്പം അതെന്നാന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ ചേച്ചിമാർക്ക് പൈസ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം പ്രഭാത ഭക്ഷണം കിട്ടുന്നത് കുറേ പിള്ളേർക്ക് നല്ലൊരു ആശ്വാസമായിരുന്നു. ചില പിള്ളേർക്കൊന്നും വീട്ടിൽ നിന്ന് ഭക്ഷണം രാവിലെയൊക്കെ കിട്ടാറില്ല. അപ്പം സ്കൂളിൽ കിട്ടുന്ന അവർക്ക് നല്ലൊരു ആശ്വാസമായിരുന്നു. അപ്പം ഞാനും ഇവളും കൂടി പഞ്ചായത്തിലെ പ്രസിഡന്റിന് കത്തെഴുതി കൊടുത്തത്. പഞ്ചായത്തിന് ലഭിക്കുന്ന വികസന ഫണ്ട് മുടങ്ങിയതാണ് 4 സ്കൂളുകളിലെ പ്രഭാത ഭക്ഷണ പദ്ധതിയെ പ്രതിസന്ധിയിലാക്കിയത്. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ 4 ട്രൈബൽ സ്കൂളുകളിൽ 1 മുതൽ 6ാം ക്ലാസ് വരെയായിരുന്നു പദ്ധതി നടപ്പിലാക്കിയിരുന്നത്. ആ സാമ്പത്തിക വർഷത്തെ ഫണ്ട് കിട്ടാത്തതുകൊണ്ടും തുടർന്ന് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ 2,46,000 രൂപയോളം ഈ പൂമാല സ്കൂളിലെ PTA സാധാരണക്കാരായ കൂലിവേലക്കാരായ ആളുകളുടെ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ അവർക്ക് തുറന്നു കൊണ്ടുപോകാൻ അത്ര വലിയൊരു ഭാരിച്ച തുക അവർക്ക് ബാധ്യത വന്നപ്പം തുറന്നു കൊണ്ടുപോകാൻ അവർക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ്. കുട്ടികളുടെ വിഷമം നിറഞ്ഞ കത്ത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഇടപെട്ടു. സുമനസ്സുകളുടെ സഹായത്തോടെ പദ്ധതി വീണ്ടും തുടങ്ങാൻ തീരുമാനമായി. പ്രഭാത ഭക്ഷണം കേരള ഗ്രാമീൺ ബാങ്ക് ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇത് ഈ പദ്ധതിയുടെ ഫണ്ട് വരുന്നത് വരെയാണ്. പിന്നീട് ഫണ്ട് ആവശ്യമാണെങ്കിൽ അത് മുഴുവൻ കുട്ടികളിലേക്ക് ആവശ്യമായി ലഭ്യമാകുന്ന പക്ഷം മുഴുവൻ കുട്ടികളിലേക്ക് വ്യാപിപ്പിക്കാനും അത് കഴിഞ്ഞ് ഫണ്ട് കിട്ടുന്ന ഉടനെ തന്നെ എല്ലാവർക്കും സാധാരണ പോലെ പോകാമെന്നുമാണ് ചെയ്തേക്കുന്നത്. പ്രഭാത ഭക്ഷണത്തിന്റെ കാര്യത്തിൽ താൽക്കാലിക പരിഹാരമായെങ്കിലും യൂണിഫോമും ഗ്രാന്റും സമയബന്ധിതമായി ലഭിക്കുന്നില്ല എന്ന പരാതിയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. 24 തൊടുപുഴ. അപ്പോൾ കുട്ടികളുടെ ആ ഭക്ഷണം അതിലൊരു ഇടപെടൽ എന്തായാലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അത് വേണം. അതുതന്നെയാണ് കുട്ടികൾ ആ രീതിയിൽ പ്രതിഷേധിച്ചതിന് കാര്യവും.